Hi students, welcome to physics class. Today we are going to start our third chapter, force. In our second chapter we discuss about motion. Motion കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ എന്തായിരിക്കും ഒരു കാരണം എന്ന് പറയുന്നത്? വാട്ട് കോസ് ആൻ ഒബ്ജക്റ്റ് ടു മൂവ്? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനായിട്ടുള്ള എങ്ങനെയായിരിക്കും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ എന്തായിരിക്കും റീസൺ? നമുക്കിതിൽ ആ ഒരു റീസണാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അത് ഒരു ഫോഴ്സ്, നമ്മളൊരു എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുക, അത് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ റെസ്റ്റിൽ നിങ്ങളൊരു ഗ്രൗണ്ടിൽ ഒരു ബോൾ വെച്ചിട്ട് ആ ബോൾ ജസ്റ്റ് നമ്മൾ ഒരു ബോൾ ഉണ്ടെങ്കിൽ ആ ബോളിൻ്റെ റെസ്റ്റിലാണ്. ആ ബോളോട് നമ്മളൊരു കിക്ക് കൊടുക്കുമ്പോൾ അതൊരു എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ആ ബോൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഡോറിലൊക്കെ നമ്മൾ പുഷ് ഓർ പുൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. സോ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, പുഷ് ചെയ്തോടെ നമ്മൾ അങ്ങനെ ആ ഡോറ് പുഷ് ചെയ്യാതെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ, ഇപ്പോൾ നമ്മൾ ആ പുഷ് ഓർ പുള്ളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് പുഷ് ഓർ പുൾ നമ്മൾ ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമ്മളൊരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന് നമുക്ക് ഒരു പുഷ് ഓർ പുൾ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പുഷ് ഓർ പുള്ളിനെയാണ് നമ്മൾ ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ബോഡീനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഫോഴ്സ് എക്സ്റ്റേണൽ നമ്മളൊരു ഫോഴ്സ് ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോളിൻ്റെ മുകളിലോട്ട് ബോളിനെ നമ്മൾ തട്ടിക്കഴിയുമ്പോഴാണ് ആ ബോൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. അത് നമ്മളവിടെ എന്താ ഒരു പുറത്ത് നമ്മൾ എക്സ്റ്റേണലായ ഒരു ഫോഴ്സ് നമ്മൾ അതിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനിയിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ മാത്രമാണോ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു ഗ്രൗണ്ടിലൂടെ റോൾ ചെയ്ത് വരുന്ന ഒരു ബോളിനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കും. പിന്നീട് അത് എന്തെങ്കിലും ഉരുണ്ട് പോകുന്നില്ല. അതൊരു ബോളിനെ റോൾ ചെയ്ത് വരുന്ന ബോളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ കാല് വെച്ച് കഴിഞ്ഞാൽ, ബോൾ വരുന്നത് ഈ ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ലെഗ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ കാല് തട്ടിയിട്ട് പിന്നെ എന്ത് ചെയ്യും, ആ ബോൾ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റുകളെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാനും അതുപോലെ ഒബ്ജക്റ്റുകളെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം നമുക്ക് ഒരു സ്പോഞ്ചിൻ്റെ പീസ് എടുത്ത് നിങ്ങൾ നല്ല പ്രസ് ചെയ്ത് പിടിച്ചാൽ ആ സ്പോഞ്ചിൻ്റെ ഇതിന് ഷേപ്പ് എന്ത് ചെയ്യുന്നു, ആ ഷേപ്പ് മാറുന്നുണ്ട്. അപ്പോൾ അതിവിടെ നമ്മൾ ഷേപ്പ് ചേഞ്ച് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോഴ്സ് കൊണ്ട് നമുക്ക് സാധിക്കും. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റുകളുടെ ഷേപ്പ് ചേഞ്ച് വരുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യിപ്പിക്കാനും അതുപോലെ അതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും അതുപോലെ അതിന് ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫോഴ്സിന് എന്താ ചെയ്യുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് ആണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസാണ് ഫോഴ്സിന് വരുന്നത്. സോ നമുക്ക് ഫോഴ്സിൻ്റെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റ് എല്ലാം ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് പഠിച്ച സമയത്ത് ഫോഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ് വരുന്നത്, ഫോഴ്സ് യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ N ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ N ആണ് വരുന്നത്. ഇനി ഫോഴ്സ് പറയുന്നത് ഒരു സ്കേലാർ ആണോ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണോ? ഫോഴ്സ് നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് പറയുന്നത്. സോ ഫോഴ്സ് ഒരു ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ്. സോ ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ N ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അത് മാഗ്നിറ്റ്യൂഡിനെയും അതുപോലെ ഡയറക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ബുക്കിൽ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ആഫ്റ്റർ ഒരു 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ചെയ്ത 2 ഫിഗർ 7.1 A ആൻഡ് ഫിഗർ 7.1 B. ഇതിലെന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് വണ്ണിൽ ഒരു പുള്ള് കാർട്ട് എന്ത് ചെയ്യാം, പുള്ള് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ബിയിലോ ഒരു കാറിന് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. കാർ. ഇത് നമ്മളിവിടെ 2 ആക്ടിവിറ്റീസാണ് നിങ്ങൾ ബുക്കിൽ കൊടുത്തുള്ളത്. ഫിഗർ 7.1 എയും ഫിഗർ 7.1 ബിയും. അതിൽ 7.1 എയിൽ ഒരു പുള്ളിങ് ആണ് നടക്കുന്നത്. 7.1 ബിയിലോ അത് കാറ് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. 7.1 എയിൽ പുള്ളിങ് ഒരു കാർ പുള്ള് ചെയ്യാണ് ചെയ്യുന്നത്.
1B ഒരു കാറ് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പുഷിങ്ങും പുള്ളിങ്ങിനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസാണ് നിങ്ങളൊരു ഫിൽ ചെയ്തിട്ട് ആ ടേബിൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ ഓർ പുള്ള് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫോഴ്സ് എന്തുണ്ട്, ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. When an object is being pulled or pushed, a force is being applied on it. ഒരു ഒബ്ജക്റ്റിനെ പുഷ് ചെയ്യുന്ന സമയത്ത് പുള്ള് ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ ആ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. അതിന് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് തന്നെ നിങ്ങൾ ബുക്കിൽ ഡിഫറെൻ്റ് സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ സിറ്റുവേഷൻസിൽ എന്താണ് അവിടുത്തെ ഫോഴ്സിൻ്റെ പർപ്പസ് എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അപ്ലൈയിങ് ഫോഴ്സ് ഓൺ എ റോളിംഗ് ബോൾ, സ്ലോലി പുഷിങ് ഇറ്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിത്ത് ദ ലെഗ്. ഫസ്റ്റ് ഫിഗർ 7.2a നമ്മൾ പറഞ്ഞു ഫോഴ്സിനെ അത് ഒബ്ജക്റ്റുകളെ മൂവ് ചെയ്യിപ്പിക്കാൻ മാത്രമല്ല അതിനെ ഒബ്ജക്റ്റുകളെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും അതുപോലെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പ് ചേഞ്ച് ചെയ്യാനെല്ലാം നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇതിനെല്ലാം നമുക്ക് സാധിക്കും. സോ ഫോഴ്സിൻ്റെ ഡിഫറെൻറ്റ് പർപ്പസ് എന്നാണ് പറയുന്നത്. സോ ഓരോ സിറ്റുവേഷൻസിലും ആ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്താൽ ഉണ്ടാകുന്ന അതിൻ്റെ റിസൾട്ടാണ് ഡിഫറെൻറ്റ് റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ ഒരാൾ ആ ബോളിനെ ഗ്രൗണ്ടിലൂടെ റോൾ ചെയ്ത് വരുന്ന ബോളിനെ എന്ത് ചെയ്യുക, ബോളിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് കൊടുക്കുക, ആ ബോളിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ അതിൻ്റെ റിസൾട്ടായിട്ട് എന്താവും, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബോളിൻ്റെ മുന്നിൽ കാല് വെച്ച് കഴിഞ്ഞാൽ ബോൾ എന്ത് ചെയ്യുമ്പോൾ അവിടെ നിൽക്കും. അത് റോള് മോഷനിലായിരുന്ന ബോൾ റെസ്റ്റിലേക്ക് വരുന്നുണ്ട്. റിസൾട്ടായിട്ട് ദ ബോൾ കംസ് ടു റെസ്റ്റ്, ബോൾ റെസ്റ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ദെൻ ഫിഗർ 7.2b ഒരു ബോൾ കിക്ക് ചെയ്യാണ്. ആ ബോൾ കിക്ക് ചെയ്യാന്നാൽ ആ ബോളിന് എന്ത് ചെയ്യാണ്, അവിടെ ബോളിനെ ബോൾ കിക്ക് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യും, ആ ബോൾ ഒബ്ജക്റ്റ് ആ ബോൾ മൂവ് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ 7.2c കിക്ക് ബോൾ ബൈ യൂസിങ് എ ബാറ്റ്, ഒരു ബാറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ക്രിക്കറ്റ് ബോൾ ഹിറ്റ് ചെയ്യുന്നത്. അപ്പോഴും ആ ബോൾ എന്ത് ചെയ്യും, ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾ എന്ത് ചെയ്യും, ബോൾ റിസൾട്ടായിട്ട് ദ ബോൾ കം ടു മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ദെൻ 7.2d ഒരു ഒബ്ജക്റ്റിനെ മുകളിൽ ഫോഴ്സ് കൊടുക്കണം. ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിന് എന്താണ് അവിടെ ചേഞ്ച് വരികയാണ് ചെയ്യുക. ഒബ്ജക്റ്റ് ഷേപ്പ് അത് ഒബ്ജക്റ്റ് നമ്മൾ ഏത് ഡയറക്ഷനാണോ കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അത് പ്രസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഒബ്ജക്റ്റിന്. ദെൻ 7.2e ഒരു ബഫ്ലോനെ എന്ത് ചെയ്യുക, ഒരാൾ എന്ത് ചെയ്യുക, പുള്ള് ചെയ്യാൻ വലിക്കാൻ, അതായത് അതിന് ഒന്നുകിൽ അതിനെ ഒരു സ്ഥലം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് അതിനെ പുള്ള് ചെയ്യുന്നത്. അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ ഒന്നുകിൽ റെസ്റ്റിലുള്ള ഒരു ബഫലോനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് അദ്ദേഹം ആ ഒരു ബഫലോനെ പിടിച്ച് വലിക്കുന്നുണ്ട്, അതിന് റോപ്പിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ആണ് പുഷിങ് എ വോൾ. ഒരു വോള് പുഷ് ചെയ്യുന്നുണ്ട്. ആ വോള് പുഷ് ചെയ്ത് കഴിഞ്ഞാലും ദ വോൾ ഹാസ് എ ടെൻഡൻസി ടു മൂവ്. ആ വോളിന് എന്ത് ചെയ്യുന്നത്, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വോളിന് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ആക്ച്വലി ആ വോൾ എന്തെങ്കിലും അവിടെ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ചുമരിൽ പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ ആ ചുമര് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുന്നുണ്ടോ, ഇല്ല. പക്ഷേ നമ്മൾ ആ പുഷ് ചെയ്യുന്നതിൻ്റെ ഫലം റിസൾട്ടായിട്ട് ആ വോളിന് ഒരു മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും വസ്തുവിനെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലും ആ വസ്തുവിനെ മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ ഈ വാളിനും ഒരു മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലും വോൾ ആക്ച്വലി വാള് എന്താണ് മൂവ് ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ ഓരോ സിറ്റുവേഷൻസിലും ഫോഴ്സിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് ഡിഫറെൻ്റ് ആണ് വരുന്നത്. ഇനി ദ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഫോഴ്സ് ഈസ് ദാറ്റ് ഇൻ വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ ഷേപ്പ്, സൈസ്, വോളിയം ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി. ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഒരു വസ്തുവിന് ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടെൻസ് ടു ചേഞ്ച്, ഒരു ചേഞ്ചിന് ഒരു ടെൻഡൻസി ടെൻഡ് ചെയ്യുന്നുണ്ട്, ചേഞ്ചിന് വേണ്ടി ടെൻസ് ചെയ്യുന്നുണ്ട്. ചേഞ്ച് ദ ഷേപ്പ് അല്ലെങ്കിൽ വോളിയം ഓർ സ്റ്റേറ്റ് ഓഫ് ദി മോഷൻ റെസ്റ്റ് ഒരു ബോഡിയുടെ ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ്, ഒരു വോളിയം, ഇതിനെല്ലാം ഒരു ചേഞ്ച് വരുന്നുണ്ട് ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ദ ഷേപ്പ്, സൈസ്, വോളിയം ഓഫ് എ ബോഡി ഓർ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി. ഇതാണ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ഉണ്ട്.
അപ്പോൾ നമ്മളിവിടെ പുൾ അല്ലെങ്കിൽ പുഷിനെ കുറിച്ച് പഠിച്ചു. അതല്ലാതെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് പഠിക്കാനുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ്. ഫസ്റ്റ് വൺ ആണ് മസ്കുലർ ഫോഴ്സ്, ദെൻ മാഗ്നറ്റിക് ഫോഴ്സ്, ദെൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് മെക്കാനിക്കൽ ഫോഴ്സ്. ഇതെല്ലാം ഫോഴ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ ആണ് മസ്കുലർ ഫോഴ്സ്. നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ അല്ലെങ്കിൽ ലിവിങ് ക്രിയേച്ചേഴ്സിൻ്റെ മസിൽസ് ചെയ്യുന്ന വർക്കിനെയാണ് മസ്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പുഷ് പുള്ളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മസിൽസാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഫോഴ്സ് അവിടെ കൊടുക്കുന്നത്. സോ അതിനെയാണ് മസ്കുലർ ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ദെൻ മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് നമുക്കൊരു അട്രാക്ഷൻ ഓർ റിപ്പൽഷനാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസിനെയാണ്. മാഗ്നറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ. ഈ ഒരു മാഗ്നറ്റിനെ ഒബ്ജക്റ്റുകളെ അട്രാക്ട് ചെയ്യാതെ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്ത് വരുന്ന ഒബ്ജക്റ്റുകളെ അട്രാക്ട് ചെയ്യാനും അതുപോലെ റിപ്പൽ ചെയ്യാനൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിനെയാണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് ഓർ അട്രാക്ഷൻ ഓഫ് റിപ്പൽഷൻ ആണ് മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കോമ്പ് എടുത്ത് നമ്മുടെ ഡ്രൈ ഹെയറിൽ നമ്മൾ റബ്ബ് ചെയ്തിട്ട് അതൊരു ചെറിയ സ്മോൾ പേപ്പർ പീസസ് ആക്കിയിട്ട് അതിൻ്റെ അടുത്തോട്ട് നമ്മൾ ഡ്രൈ എയറിൽ റബ്ബ് ചെയ്ത കോമ്പ് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പർ പീസസ് ആ കോമ്പിലേക്ക് അട്രാക്ട് ചെയ്യും. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. അവിടെ ഉണ്ടാകുന്ന ആ ഒരു അട്രാക്ഷന് കാരണം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. നിങ്ങൾക്ക് ഹയർ ക്ലാസ്സസിൽ എന്താണെന്ന് പഠിക്കാം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്കുലർ ഫോഴ്സും അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. മാഗ്നറ്റിക് ഫോഴ്സ് എന്നാൽ അതിപ്പോൾ മാഗ്നറ്റുമായിട്ട് അട്രാക്ട് ചെയ്യുന്ന വസ്തുക്കളാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുള്ളൂ. എല്ലാ വസ്തുക്കളെയും മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളൊരു മാഗ്നറ്റിൻ്റെ അടുത്തോട്ട് ഒരു പേപ്പർ കൊണ്ടുവന്നാൽ അത് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു അയൺ നെയിലോ നമ്മൾ കൊണ്ടുവന്നാലോ ആ മാഗ്നറ്റ് അതിനെ അട്രാക്ട് ചെയ്യും. അതിനെ കോൺടാക്റ്റിൽ നമ്മൾ കോൺടാക്ട് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് മാഗ്നറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ തന്നെ ആ മാഗ്നറ്റ് അതിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു 2 മാഗ്നറ്റ് നമ്മളെടുത്തിട്ട് മാഗ്നറ്റിന് എന്തുണ്ട്, നിങ്ങൾ എല്ലാവരും മാഗ്നറ്റ് കണ്ടിട്ടുണ്ടാവില്ലേ? മാഗ്നറ്റ് പല ഷേപ്പിൽ നമുക്ക് മാഗ്നറ്റ് കിട്ടുന്നുണ്ട്. എല്ലാ മാഗ്നറ്റിനും മാഗ്നറ്റ് ഏത് ഷേപ്പ് ആയാലും മാഗ്നറ്റിനെല്ലാം തന്നെ ഒരു നോർത്തും സൗത്ത് 2 പോൾസ് ഉണ്ടാവും. ഇതിപ്പോൾ ഒരു മാഗ്നറ്റ് ആയിരുന്നു. നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് പറഞ്ഞ മാഗ്നറ്റ് സ്ക്വയർ ഷേപ്പിൽ വരുന്നതാണ്. ഇതിനെയാണ് ബാർ മാഗ്നറ്റ് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് മാഗ്നറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള മാഗ്നറ്റ്സ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ബാർ മാഗ്നറ്റ്. ഇതിൻ്റെ ഒരു സൈഡ് നോർത്ത് പോളും ഒരു സൈഡ് സൗത്ത് പോളായിട്ടാണ് ആക്ട് ചെയ്യുക. സോ മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. ഒരു പോള് നോർത്ത് പോളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെ സൗത്ത് പോൾ എന്ന് പറയുന്നത്. സോ ഈ ഇപ്പോൾ നമ്മുടെ കയ്യിൽ 2 മാഗ്നറ്റ് ഉണ്ട്. ആ 2 മാഗ്നറ്റിനും നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടായിരിക്കും. സോ ഞാൻ ഈ 2 മാഗ്നറ്റിൻ്റെയും നോർത്ത് പോളിനെ തമ്മിൽ ഒരേ സൈഡിലേക്ക് കൊണ്ടുവന്നാണ്. ഇപ്പോൾ ഇത് 2 മാഗ്നറ്റാണെന്ന് വിചാരിക്കുക. ഇത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ്, ഇത് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ്. അതുപോലെ ഇത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും ഇത് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ്. ഞാൻ ഈ 2 മാഗ്നറ്റിൻ്റെയും നോർത്ത് പോൾ തമ്മിലാണ് കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ, അടുത്തോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ ഈ മാഗ്നറ്റ് എന്ത് ചെയ്യും? 2 തമ്മിൽ റിപ്പൽ ചെയ്യാൻ ചെയ്യുക. അതിനെ അട്രാക്ട് ചെയ്യില്ല. 2 മാഗ്നറ്റും തമ്മിൽ ഒരു റിപ്പൽഷനാണ് അവിടെ നടക്കുന്നത്. ഇനി ഈ ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൻ്റെ അടുത്തോട്ട് ഈ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ 2 മാഗ്നറ്റ് തമ്മിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. ഒരേ പോൾ കൊണ്ടുവന്നാൽ അത് റിപ്പൽ ചെയ്യാൻ ചെയ്യുക. അടുത്തോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല, റിപ്പൽ ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. ഓപ്പോസിറ്റ് പോൾസ് കൊണ്ടുവന്നാൽ അതിനെ അവിടെ അട്രാക്ഷൻ സംഭവിക്കും. സോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നത് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, അതുപോലെ മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷനും വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ പരസ്പരം ഒരു അട്രാക്ഷൻ ഉണ്ട്. ഈ ഒരു അട്രാക്ഷൻ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മുടെ അറിയാം എർത്തിന് ചുറ്റും 3 റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ 3 റിവോൾവ് ചെയ്യാൻ കാരണം 3 റിവോൾവ് ചെയ്യാൻ സാധിക്കുന്നത് ഈ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എർത്തിന് ചുറ്റും 3 റിവോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ മുകളിലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ താഴോട്ട് തന്നെ വന്ന് വീഴുന്നുണ്ട്. അതെല്ലാം ഈ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് മെക്കാനിക്കൽ ഫോഴ്സ്. ഏതൊരു മോഷനുമായി റിലേറ്റ് ചെയ്ത് നടക്കുന്ന ഏതൊരു ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഫോഴ്സ് ഇൻ റിലേഷൻ ടു മോഷൻ ഈസ് കോമൺലി നോൺ ആസ് മെക്കാനിക്കൽ ഫോഴ്സ്. ഒരു മോഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്ന
ഫോഴ്സ് നമ്മൾ വിളിക്കുന്നതാണ് മെക്കാനിക്കൽ ഫോഴ്സ്. നമുക്ക് ഇതിന് എക്സാമ്പിളാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് എ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ ഫോഴ്സ്. ഒരു മെക്കാനിക്കൽ ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. When an object moves over another object, the force which opposes the relative motion of the object is the frictional force. അതായത് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന് മുകളിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മോഷനെ ഓപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഗ്രൗണ്ടിലൂടെ ഒരു ബോൾ റോൾ ചെയ്യുന്ന സമയത്ത് ആ ബോളിനും ഗ്രൗണ്ടിനും ഇടയിലായിട്ടുണ്ടാകുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ഫോഴ്സ് ബോളിൻ്റെ മൂവ്മെൻറ്റ്സിനെ അവിടെ ഒപ്പോസ് ചെയ്യുക, അത് മൂവ്മെൻറ്റ് ഇല്ലാതാക്കുന്നതാണ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒരു മെക്കാനിക്കൽ ഫോഴ്സിന് എക്സാമ്പിളാണ്. സോ നമുക്ക് ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഫോഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് ഓർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഫോഴ്സിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. അത് നമ്മളൊരു ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് രണ്ട് ഫോഴ്സ് ഒബ്ജക്റ്റിൻ്റെ ഇടയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒബ്ജക്ട്സുകൾ കോണ്ടാക്ട്സിൽ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിവിടെ ഒബ്ജക്റ്റുകൾ ഇപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ് കോണ്ടാക്ട് ഫോഴ്സ്. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റിൻ്റെ കേസ് പറഞ്ഞു. മാഗ്നറ്റിൻ്റെ ഒരു അടുത്തേക്ക് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒരു അയൺ നെയിൽ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പോൾ ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റുമായി ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണോ അയൺ നെയിലിൻ്റെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നത്? അങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. മാഗ്നറ്റിൻ്റെ ഒരു ഏകദേശം ഈ ഒരു ഡിസ്റ്റൻസിൽ ഇത്ര നിയറായി കൊണ്ടുവരുന്ന സമയത്തേക്കും മാഗ്നറ്റ് അയൺ നെയിലിനെ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അയൺ നെയിൽ മാഗ്നറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരാതെ തന്നെ ഈ അയൺ നെയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാഗ്നറ്റ് അയൺ നെയിലിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ ആ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ലാത്ത സിറ്റുവേഷനിൽ വരുന്ന ഫോഴ്സിനെയാണ് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഫോഴ്സ് അവിടെ ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ ഇല്ലാതെ തന്നെയാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു ഫോഴ്സിനെയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. കോണ്ടാക്ട് ഇല്ലാത്ത നോൺ കോണ്ടാക്റ്റ് ആണ്. അത് കോണ്ടാക്ട് ഇല്ലെങ്കിലും അവിടെ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിനെയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമുക്കിതിൽ എക്സാമ്പിളായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഒരു ട്രോളി നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ട്രോളി നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. ഇപ്പോൾ ട്രോളിയും നമ്മൾ ആ ട്രോളിയിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഫോഴ്സ് ഒരു പുഷിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് പുഷിങ് ട്രോളി എന്തിന് എക്സാമ്പിൾ? ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ. ഇപ്പോൾ ഞാൻ ഈ ടേബിൾ മുന്നോട്ട് തള്ളുകയാണെങ്കിൽ ഞാനും ടേബിൾ തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട്. സോ അപ്പോൾ അതെല്ലാം എന്തിന് എക്സാമ്പിൾ? ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ. ഒരു ട്രോളി പുഷ് ചെയ്യുന്നത് കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ. ആ ട്രോളിയും ഒരു ട്രോളി പുഷ് ചെയ്യണമെങ്കിൽ അയാൾ ആ ട്രോളി നമ്മൾ ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട് അവിടെ. ഇനി നമ്മളൊരു വെല്ലിൽ നിന്ന് ഡ്രോയിങ് വാട്ടർ ഫ്രം വെല്ലിൽ നിന്ന് വെള്ളം ഡ്രോയിങ് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണ് എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ വരുന്നത്? കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നമ്മളോട് ഫോഴ്സ് ആ റോപ്പിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. ആ ഫോഴ്സ് കൊടുക്കുന്ന ഫലമായിട്ടാണ് ആ വെല്ല് നമുക്ക് ആ ഒരു പോട്ട് മുകളിലോട്ട് ഉയർന്നു വരുന്നത്. സോ ഡ്രോയിങ് എ ഫോഴ്സ് ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഇനി ഒരു കോക്കനട്ട് ട്രീയിൽ നിന്നും കോക്കനട്ട് താഴോട്ട് വീഴുന്നത്. കോക്കനട്ട് ഈ ഫോളിങ് ഫ്രം എ കോക്കനട്ട് ട്രീയിൽ നിന്നും കോക്കനട്ട് താഴെ വീഴുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് കാരണമാണോ? ഞാൻ പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് താഴോട്ട് വീഴാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ആ കോക്കനട്ട് താഴോട്ട് വീഴുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള അവിടെ ഒരു കോണ്ടാക്ട് വരുന്നില്ല ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഈ ഒരു കേസിൽ. ദെൻ മാഗ്നറ്റ് അട്രാക്റ്റിംഗ് നെയിൽ എന്താണ്? അതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ദെൻ എ പ്ലാസ്റ്റിക് സ്കെയിൽ റബ്ബഡ് ഓൺ എയർ അട്രാക്ട് പീസ് ഓഫ് പേപ്പർ. നമ്മൾ ഡ്രൈ എയറിൽ റബ്ബ് ചെയ്തിട്ടുള്ള കോമ്പ് പേപ്പേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ അവിടെയും എന്തുണ്ട്? ഒരു അട്രാക്ഷൻ സംഭവിക്കുന്നത്. അതും ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ് അവിടെ ആ ഒരു അട്രാക്ഷന് കാരണം. ഇത് ഒരു നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിളാണ്. ഇപ്പോൾ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡിയുമായി ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന സമയത്ത്
The force applied by the contact between the object is contact force. ആ ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന സമയത്തുള്ളതാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. The force applied on an object without contact. കോണ്ടാക്റ്റിലൂടെ അല്ലാതെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ആ ഫോഴ്സിനെ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. The force applied by the contact between the object. ഒബ്ജക്ട്സുകൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് കോണ്ടാക്ട് ഫോഴ്സ്. അതിന് എക്സാമ്പിൾ പുഷിങ് ട്രോളി ഒക്കെ അതിന് എക്സാമ്പിളാണ്. The force applied on an object without contact. കോണ്ടാക്ട് ഇല്ലാതെ ഒരു ബോഡിയുടെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ കോണ്ടാക്ട് ഫോഴ്സിനും നോൺ കോണ്ടാക്ട് ഫോഴ്സിനും എക്സാമ്പിൾസ് എഴുതിയിട്ട് നിങ്ങൾ ടേബിൾ 7.4 അതൊന്ന് ഫില്ല് ചെയ്ത് നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതേണ്ടതാണ്. കോണ്ടാക്ട് ഫോഴ്സിനും നോൺ കോണ്ടാക്ട് ഫോഴ്സിനും എക്സാമ്പിൾസ് ആണ് അതിൽ എഴുതേണ്ടത്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ.